ഇക്രാബ് സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് കേന്ദ്രം വാഴും ഭരണക്കാവിച്ച് ട്രംപിന് മാറാട്ടുന്നൊരു മോദി ട്രംപിന് മാറാട്ടുന്നൊരു മോദി ആർക്ക് വേണ്ടി ഭരിക്കും ഇക്രാബ് സിന്ദാബാദ് സിപിഐഎം പാചകവാതക പ്രതിസന്ധി പാചകവാതക പ്രതിസന്ധി നവമാനം ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് കുഞ്ഞുങ്ങളുടെ ജീവൻ പോലും കുഞ്ഞുങ്ങളുടെ ജീവൻ പോലും മാരകമായി ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് പാചകവാതക ഗ്യാസ് പോലും പാചകവാതക ഗ്യാസ് പോലും കിട്ടാക്കലയായി ഈ നാട്ടിൽ നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ നിങ്ങൾക്കിവിടെ മാപ്പില്ല നിങ്ങൾക്കിവിടെ മാപ്പില്ല ഇൻക്ലാബ് സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് പ്രതിഷേധം പ്രതിഷേധം ഗ്യാസിനായി കേഴുമ്പോൾ ഗ്യാസിനായി കേഴുമ്പോൾ അത്തിമരത്തിലെ നത്തിനെ പോലെ അത്തിമരത്തിലെ നത്തിനെ പോലെ കുത്തിയിരിക്കും നരേന്ദ്രമോദി കുത്തിയിരിക്കും നരേന്ദ്രമോദി ഇതെന്ത് ഭരണം നാറിയ ഭരണം നിങ്ങൾക്കെതിരെ ഉയരുന്നു ഇന്ത്യൻ നാടിൻ പ്രതിഷേധം ഇന്ത്യത്തിന്റെ പേര് പറഞ്ഞ് പാചകവാതക ഗ്യാസ് പോലും പാചകവാതക ഗ്യാസ് പോലും കിട്ടാക്കനിയായി ഈ നാട്ടിൽ കിട്ടാക്കനിയായി ഈ നാട്ടിൽ നമ്മുടെ നാട്ടിലെ അടുക്കളകൾ നമ്മുടെ നാട്ടിലെ അടുക്കളകൾ ഗ്യാസിനായി കേഴുമ്പോൾ ഗ്യാസിനായി കേഴുമ്പോൾ ഉയർന്നൊരു സർക്കാർ നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ നിങ്ങൾക്കെതിരായി ഉയരുന്നു നിങ്ങൾക്കെതിരായി ഉയരുന്നു ഇന്ത്യൻ നാടിൻ പ്രതിഷേധം ഇന്ത്യൻ നാടിൻ പ്രതിഷേധം സിപിഐഎം പ്രതിഷേധം ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് പ്രതിഷേധം 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 സിപിഐഎം പ്രതിഷേധം സിപിഐഎം പ്രതിഷേധം പാചകവാത പ്രതിസന്ധി പാചകവാതക പ്രതിസന്ധി പരിഹരിക്കുക സർക്കാർ പരിഹരിക്കുക സർക്കാർ കേന്ദ്രം വാഴും സർക്കാർ കേന്ദ്രം വാഴും സർക്കാർ നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ മൗനം വെടിയോ സർക്കാർ മൗനം വെടിയോ സർക്കാർ हे मिस्टर नरेंद्र मोदी हे मिस्टर नरेंद्र मोदी भरणकारे केंद्र वाळुം ഭരണക്കാരെ കുത്തകളുടെ ദാസന്മാരെ കുത്തകളുടെ ദാസന്മാരെ ആർക്ക് വേണ്ടി ഭരിക്കുന്നു ആർക്ക് വേണ്ടി ഭരിക്കുന്നു മോദി ട്രംപിന് മാറാട്ടുന്നൊരു മോദി ആർക്ക് വേണ്ടി ഭരിക്കുന്നു എന്തിനു വേണ്ടി ഭരിക്കുന്നു ഇന്ത്യൻ ജനത കണ്ടിട്ടില്ല
ഇന്ത്യൻ ജനത കണ്ടിട്ടില്ല. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, യുദ്ധത്തിന്റെ പേര് പറഞ്ഞ്, യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് പാചകവാതക ഗ്യാസ് പോലും, പാചകവാതക ഗ്യാസ് പോലും കിട്ടാക്കനിയായി ഈ നാട്ടിൽ, കിട്ടാക്കനിയായി ഈ നാട്ടിൽ. നമ്മുടെ നാട്ടിലെ അടുക്കളകൾ ഗ്യാസിനായി കേഴുമ്പോൾ അത്തിമരത്തിലെ നത്തിനെ പോലെ കുത്തിയിരിക്കും നരേന്ദ്രമോദി. ഇതെന്ത് ഭരണം, നാറിയ ഭരണം, ഇതെന്ത് ഭരണം, നാറിയ ഭരണം. നരേന്ദ്രമോദി തുലയട്ടെ, നരേന്ദ്രമോദി തുലയട്ടെ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. പ്രതിഷേധം, 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 പ്രതിഷേധം. CPIM പ്രതിഷേധം. ഇൻക്ലാബ്, ഇൻക്ലാബ്, ഇൻക്ലാബ് സിന്ദാബാദ്. ഈ നടത്തിയ പ്രതിഷേധ പ്രകടനം കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഉപയോഗ സാധനമായ പാചകവാതക ഗ്യാസിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില കുത്തനെ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. രാജ്യവ്യാപകമായി അത് വർദ്ധിപ്പിച്ചതിനെതിരെ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോ രാജ്യത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിരവധിയായ ആയിരക്കണക്കിന് ആളെയാണ് ഇറാനിൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ അതിനെ അപലപിച്ചിട്ടുണ്ടെങ്കിലും റഷ്യ, ചൈന, ഉത്തര കൊറിയ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അതിനെ അപലപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഒരു അക്ഷരം പോലും ഉരിയാടാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമ്മുടെ സംസ്ഥാന വ്യാപകമായി എല്ലാ ബൂത്ത് കേന്ദ്രങ്ങളിലും ഇതിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തണമെന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ രണ്ട് ബൂത്തും കൂടി ചേർന്ന് ഈ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കൾക്കും സ്വാഗതം പറയാണ്. അതേപോലെ തന്നെ ഇവിടെ പ്രസംഗിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറും പഞ്ചായത്ത് മെമ്പറും കൂടിയായ ഷിവനാസ്, അതേപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറിമാര്, എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിന്റെ അധ്യക്ഷനായി ജയപ്രകാശിനെ ക്ഷണിക്കുന്നു. ഈ നമ്മുടെ രാജ്യത്തിന്റെ അങ്ങേയറ്റത്ത് എവിടെയോ ഒരു യുദ്ധം നടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇവിടെ പ്രതിഷേധം നടത്തുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എന്തിനാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ സാധാരണ ജനങ്ങൾക്ക് അവിടെ അങ്ങേയറ്റത്തൊരു സാധാരണ ജനങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇപ്പം അടുത്ത കാലത്തായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പല തട്ടുകടകളും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഉണ്ടെന്നും അവർ ചത്തുവീണുകൊണ്ടിരിക്കുകയാണെന്നുമുള്ള കാര്യങ്ങൾ സാധാരണ ജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കി നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി യുദ്ധം ചെയ്യുന്ന ഇതുപോലെയുള്ള തെമ്മാടിത്തരം കാണിക്കുന്ന രാജ്യത്തിന്റെ വാലാട്ടി പട്ടിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ട്രംപ് പറയുന്നത് എന്തോ, നിങ്ങൾ ഇവിടുന്ന് എണ്ണ മേടിക്കണം പറഞ്ഞാൽ അവിടെ നിന്ന് മേടിക്കുക, ഇനി വേണ്ട റഷ്യയിൽ നിന്ന് കുറച്ച് നാൾ മേടിക്കുക പറഞ്ഞാൽ ശരി അവിടെ പോയിട്ട് മേടിക്കുക. അങ്ങനെ അയാൾ പറയുന്ന എന്തും വാക്ക് ദേവവാക്യമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത്. അതിനെതിരെ ഇനിയും വരുന്ന സമയങ്ങളിലും വരുന്ന നാളുകളിലും നമ്മുടെ സമരങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളും നമ്മൾ സാധാരണ നാട്ടുകാരും അതിനോട് സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ LC മെമ്പറും വാർഡ് മെമ്പറും കൂടിയായ സഖാവ് ഷിബിനാസിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്ന് ഈ പാതിരാ സമയത്ത് നമ്മൾ ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എനിക്ക് മുമ്പ് സംസാരിച്ച സഖാവ് പ്രേമേട്ടനും JP യും
വളരെ വൃത്തിയായി ഇവിടെ അവതരിപ്പിച്ചു. നമുക്കറിയാം, ഇന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് ലോക സമാധാനം തകർത്തുകൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന ആയുധം മാത്രം വിറ്റ് അവരുടെ വരുമാന രീതിയും അവരുടെ സമ്പദ് വ്യവസ്ഥയും മെച്ചപ്പെടുത്തുന്ന ലോക വ്യാപാരിയായിട്ടുള്ള അമേരിക്ക അവരുടെ ആയുധക്കോപ്പുകൾ വിറ്റുവരുന്നതിന് വേണ്ടി പല രാജ്യങ്ങളോടും യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിനും അയൽ രാജ്യങ്ങളുമായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ചുകൊണ്ട് ചോര കുടിച്ച് ജീവിക്കുന്ന അമേരിക്കയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ലോകയുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 1 മാസം 2 മാസം മുമ്പായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടി രാജ്യമായ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ആക്രമിച്ച്, ഗാസ എന്ന് പറയുന്ന സ്ഥലം ആക്രമിച്ച് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളെ കൊന്നു തള്ളിയതിന്റെ പിന്നാമ്പുറത്താണ് ഇപ്പോ അടുത്തൊരു യുദ്ധത്തിന് വേണ്ടി അവർ പുറപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, ഒരു പ്രശ്നവുമില്ലാതെ സമാധാനപരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് അവർ ബോംബ് വിക്ഷേപിക്കുകയാണ്. ഇറാനിന്റെ ഭരണാധികാരി അടക്കം ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാജ്യം എന്നും ഇത്തരത്തിൽ മറ്റുള്ള രാജ്യങ്ങളെ ചോര കുടിപ്പിച്ചുകൊണ്ട് യുദ്ധം ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ, ഈ ലോകത്തെ മനസമാധാനം നില നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ, ഒരു കാര്യവുമില്ലാതെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് 51 കുട്ടികളടക്കം സ്കൂളുകളിലേക്കും ഹോസ്പിറ്റലുകളിലേക്കും ബോംബും മിസൈലും ഇട്ടുകൊണ്ട് 51 കുട്ടികളെ, അവിടെ മരണപ്പെട്ട് കിടക്കുന്ന കുട്ടികളെ ഒരു കുഴിമാടമെടുത്ത് കുഴിച്ചു മൂടുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. ഇത്തരത്തിൽ ഈ രാജ്യത്തിനകത്ത് നമ്മുടെ ലോകത്തിലെ സമാധാനം തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ യുദ്ധങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. സഖാവ് എം സ്വരാജ് പറഞ്ഞൊരു വാക്യമുണ്ടായിരുന്നു കഴിഞ്ഞ ഇസ്രായേലും പാലസ്തീനും യുദ്ധത്തിന്റെ സമയത്ത്, നമ്മുടെ വീട്ടുമുറ്റത്ത് മിസൈൽ വന്ന് പതിക്കുന്നത് വരെ യുദ്ധം എല്ലാവർക്കും ഒരു രസമായിട്ടുള്ള കാര്യമാണ് എന്ന്. ഇന്ന് നോക്കൂ, CPIM-ന്റെ നേതൃത്വത്തിൽ നമ്മുടെ സഖാക്കൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, നമ്മൾ ഈ പാതിരാ നേരത്ത് ഈ തെരുവീതികളിലൂടെ ഈ ചെങ്കൊടിയും കയ്യിലേന്തിക്കൊണ്ട് ഞങ്ങൾ ഈ യുദ്ധത്തിനെതിരാണ്, ഞങ്ങൾ ഈ യുദ്ധത്തിനെതിരാണ് എന്ന് പറഞ്ഞ് പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ ഈ നാട്ടിലെ അരാഷ്ട്രീയവാദികളായിട്ടുള്ള CPM-നെ എതിർക്കുന്ന മറ്റുള്ള കുറെ ആളുകൾ ഇവിടെ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്, അവിടെ എവിടെയെങ്കിലും യുദ്ധം നടക്കുമ്പോൾ, അമേരിക്കയിൽ യുദ്ധം നടക്കുമ്പോൾ, ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോൾ ഈ പുന്നപ്പാവത്തിന്റെ തെരുവീതികളിൽ ഈ 4 സഖാക്കൾ പതാകയും പിടിച്ച് പ്രതിഷേധം നടത്തി കഴിഞ്ഞാൽ അമേരിക്കയിലെ ട്രംപ് യുദ്ധം നിർത്തുമോ? ആ യുദ്ധം കൊണ്ട് നമുക്ക് എന്താണ് എന്ന് പ്രശ്നമെന്നാണ് ഈ നാട്ടിലെ അരാഷ്ട്രീയവാദികളായിട്ടുള്ള മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചോദിച്ചത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ന് അമേരിക്ക ഇത്തരത്തിലുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ യുദ്ധത്തിന്റെ അനന്തഫലമായി കൊണ്ട് നമ്മുടെ വീടുകളിലെ അടുക്കളകളിൽ പോലും പാചകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ യുദ്ധത്തിന്റെ ഭീതിയിൽ നമ്മൾ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നാട്ടിലെ ആഹാരം പോലും പാകം ചെയ്യാതെ, വീടുകളിൽ അടുക്കളയിൽ ഗ്യാസ് കുറ്റി കണക്ഷൻ ഇല്ലാതെ നമ്മുടെ നാടുകളിലെ വീട്ടമ്മമാർ ഉൾപ്പെടെ ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസം മുമ്പാണ് ഗ്യാസ് സിലിണ്ടറിന് 60 രൂപ വില കൂട്ടിക്കൊണ്ട് നമ്മുടെ മലയാളികളുടെ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ആളുകളുടെ തലയിൽ ഇടുത്തി വീഴുന്ന പോലെയുള്ള നിയമം കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയത്. അതിന്റെ തൊട്ടു പിന്നാമ്പുറത്താണ് ഇത്തരത്തിൽ ഈ ഗ്യാസ് കിട്ടാതെ അത് കരിഞ്ചന്തയിൽ പൂഴ്ത്തിവെച്ചുകൊണ്ട് ഈ യുദ്ധത്തിന്റെ പേരിൽ ഒരു തരത്തിലും ഇനി ഗ്യാസ് ഈ നാട്ടുകളിൽ കിട്ടാത്തൊരവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വ്യാപാരശാലകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വടക്കഞ്ചേരിയിൽ ഉൾപ്പെടെ, പാലക്കാട്ടിൽ ഉൾപ്പെടെ, നമ്മൾ പോകുന്ന അങ്ങാടികളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഹോട്ടലുകൾ അവർക്ക് മതിയാവാതെ വിധം, പാചക ഗ്യാസ് അവർക്ക് മതിയാകുന്ന വിധം കിട്ടാത്തത് കൊണ്ട് ഈ ഹോട്ടലുകൾ മുഴുവൻ അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു യുദ്ധം ഈ പറയുന്ന നമ്മളൊരു കുഗ്രാമമായ, ഒരു ഗ്രാമപ്രദേശമായ നമ്മുടെ നാട്ടിനെ ഇത്തരത്തിൽ ബാധിക്കുന്നത് എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം യുദ്ധത്തിന്റെ ഭീകരത എന്താണെന്ന്. നമ്മൾ സമാധാനപരമായി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ട് പ്രദേശങ്ങളിൽ വന്ന് മിസൈലും ബോംബും വന്ന് വർഷിക്കുമ്പോൾ നമ്മുടെ കൂടപ്പറപ്പുകൾ എല്ലാം അവരുടെ ജീവിത ഉപാധികൾ കെട്ടിപ്പടുത്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു മിസൈൽ വന്ന് വർഷിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിത രീതിയിലുള്ള സമാധാന അന്തരീക്ഷമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ പറയുന്നത്, യുദ്ധത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, യുദ്ധം ഏത് രാജ്യം ചെയ്താലും ആ രാജ്യത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെ കളിയാക്കിക്കൊണ്ട് ഈ നാട്ടിലെ വർഗീയവാദികളും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും പറയും CPM-കാർ എന്നും ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നവരാണ് എന്ന്. ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയതിന്റെയാണ് ഇന്നും നമ്മൾ ഈ ഗ്യാസിന്റെ പേരിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ മഹത്തരമായ രാജ്യം, നാം എല്ലാം അഭിമാനം കൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യം 11 വർഷക്കാലം മുമ്പ് എങ്ങനെയായിരുന്നു? പണ്ട് ഇന്ത്യയിലെ, ഈ രാജ്യത്തെ, ഈ ലോകത്തിലെ പകുതി രാജ്യങ്ങളും യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഇന്ത്യ എടുത്തൊരു നയമുണ്ടായിരുന്നു, ചേരി ചേരാ നയമെന്നായിരുന്നു. യുദ്ധം ചെയ്യുന്നവരുടെ കൂടെയും യുദ്ധം ചെയ്യിപ്പിക്കുന്നവരുടെ കൂടെയും ഞങ്ങളില്ല, ഞങ്ങൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുന്നവരാണ്, ഈ യുദ്ധത്തിനെ ഞങ്ങൾ അത്രമാത്രം എതിർക്കുന്നവരാണ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ആ ഒരു സാഹചര്യം ഇന്ന് മാറി. അമേരിക്കയുടെ
വാലാട്ടിപ്പട്ടിയായി നമ്മുടെ പ്രധാനമന്ത്രി മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ലോക പോലീസ് ചമഞ്ഞ് നടക്കുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രം അനങ്ങുന്ന ഒരു പാവയായി നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മാറി എന്നത് ഏറ്റവും അപഹാസ്യകരമായ കാര്യമാണെന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെ രാജ്യം എവിടെ നിന്ന് ഇന്ധനം വാങ്ങണമെന്നും നമ്മുടെ രാജ്യം ഏത് രീതിയിലാണ് ജീവിക്കേണ്ടതെന്നും ഏതൊക്കെ നിയമങ്ങളാണ് നടപ്പിലാക്കേണ്ടതെന്നും ലോക പോലീസ് ആയിട്ടുള്ള അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് അവിടെ ഇരുന്ന് ഊളുമ്പോൾ ഇവിടെ ഇരുന്ന് ഓക്കെ പറയുന്ന ഒരു പ്രധാനമന്ത്രിയായി നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി മാറിക്കഴിഞ്ഞു. ലാസ്റ്റ് അവസാനമായി വന്ന ന്യൂസിൽ പ്രകാരം പറയുന്നത് 40 ദിവസം മാത്രം ഉപയോഗിക്കാനുള്ള ഇന്ധനം മാത്രമേ നമ്മുടെ രാജ്യത്ത് അവശേഷിക്കുന്നുള്ളൂ. ഈ 40 ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ നിലവിലുള്ള സന്തുലിതാവസ്ഥ മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ട് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ നാട്ടിൽ വരുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും മനസ്സിലാവും എങ്ങനെയാണ് ഒരു യുദ്ധം നമ്മളെ ബാധിക്കുന്നത് എന്ന്. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ യുദ്ധം വന്ന സമയത്ത് യുദ്ധമരുത് 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 എന്ന് പറഞ്ഞുകൊണ്ട് CPIM-ന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ തെരുവുകളിലൂടെ ഇറങ്ങി നടന്നത് ഈ രാജ്യത്തിന്റെയും നമ്മുടെ നാടിന്റെയും ഈ ലോകത്തിന്റെയും സമാധാനം ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷേ ആ സമാധാനം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ നരേന്ദ്രമോദിയും മറ്റുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയും പോലുള്ള രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു യുദ്ധം നടന്ന് പിറ്റേ ദിവസം തന്നെ ആ രാജ്യത്തിന്റെ ഭരണത്തലവൻ ആ രാജ്യത്തിൽ നിന്ന് യുദ്ധത്തിന്റെ പേരിൽ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് എത്രത്തോളം ഭയാനകമായിട്ടുള്ള സാഹചര്യമാണെന്ന് നമുക്ക് ഓർത്താൽ മനസ്സിലാവും. 10 കൊല്ലം മുമ്പ് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി എല്ലാ തരത്തിലും നമ്മുടെ കേരളത്തിനെ നെറുകയിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മൾ സ്വയം പര്യാപ്തമായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ മികവ് കൊണ്ട് മാത്രം ഈ സംസ്ഥാനത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ പോലും എല്ലാ തരത്തിലും വേർതിരിച്ച് കാണുന്ന ഒരു സമീപനമാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യ എന്ന മഹാരാജ്യത്തുള്ളതല്ല. അവര് വേറെയാണ്, അവര് വേറെ ജീവിച്ചോട്ടെ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൊച്ചിയിൽ നിന്ന് പ്രസംഗിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു വാക്ക് എങ്ങനെയായിരുന്നു? ഈ കേരളത്തിന്റെ പ്രൗഢിയോടുകൂടി നിലനിൽക്കണമെങ്കിൽ ഇവിടെ BJP വരണമെന്നാണ് പറഞ്ഞത്. 2016 കേരളത്തിൽ വന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസാരിച്ചത് കേരളം ഒരു സൊമാലിയയാണ്. ഈ സൊമാലിയ എന്ന് പറയുന്ന രാജ്യം ദാരിദ്ര്യത്തിലും അതുപോലെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും കുടിക്കാനും കുണ്ണാനും ഭക്ഷണവുമില്ല, വെള്ളവുമില്ല, വസ്ത്രവുമില്ലാത്തൊരു രാജ്യമായിരിക്കുന്ന സൊമാലിയെ പോലെയാണ് കേരളം എന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഈ കേരളം ലോകത്തിന്റെ മാതൃകയാവണം എന്ന് 3 ദിവസം മുമ്പ് വന്ന് കൊച്ചിയിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷം ഭരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കരുത്തുള്ള ഗവൺമെന്റ് ഈ കേരളത്തിൽ ഭരിച്ചത് കൊണ്ട് മാത്രമാണ്. അഹങ്കാരത്തോടെ വേണ്ടി നമുക്ക് പറയാൻ കഴിയും. നമ്മളെ എല്ലാ തരത്തിലും ഈ നാട്ടിൽ GST എന്നൊരു സംവിധാനം കൊണ്ടുവന്ന് പണ്ട് വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരു ചരക്ക് ലോറി നമ്മുടെ പാലക്കാട് ജില്ലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ വാഹനത്തിൽ നിന്നുള്ള ചുങ്കം നമ്മുടെ തിരുവനന്തപുരത്തെ ഖജനാവിലേക്കാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് GST എന്ന പേരിൽ ഈ തുക മുഴുവൻ പിരിച്ചെടുത്ത് ന്യായമായിട്ടുള്ള വിഹിതം പോലും നമുക്ക് തരാതെ നമ്മളെ പറ്റിച്ച് നമ്മളെ വഞ്ചിച്ച് നമുക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കാതെ ജീവിക്കുന്ന നമ്മളെല്ലാം തുരത്തി ഓടിക്കണമെന്നും ഈ കേരളത്തിലുള്ളവരെ ഞങ്ങൾ മാറ്റി നിർത്തുകയാണെന്നും പറയുന്ന കേരളം ഒരു പ്രത്യേകതരം രാജ്യമാണ്, അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് ഒരു പ്രത്യേകതരം ആളുകളാണ് എന്ന് പറയുന്ന നരേന്ദ്രമോദിയാണ് രാജ്യം ഭരിക്കുന്നത്. എങ്ങനെയാണ് കേരളം പ്രത്യേകമാവുന്നത്? ഈ നാട്ടിൽ ഒരു വർഗീയവാദികൾക്കോ ഒരു വർഗീയ കോമരങ്ങൾക്കോ ഒരു മതവർഗീയവാദികൾക്കോ സ്ഥാനമില്ലാതെ ഈ നാടിന്റെ മതനിരപേക്ഷത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന നമ്മുടെ കേരളത്തിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എല്ലാ കാലത്തും നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളും പ്രസ്താവനകളും നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണല്ലോ ഒരു കേന്ദ്ര ബജറ്റ് വന്നത്. കേരളം 29ഓളം കാര്യങ്ങൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഏറ്റവും വലിയ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന എയിംസ് കേരളത്തിന് തരാമെന്ന് പറഞ്ഞ് പാസാക്കി വെച്ചതായിരുന്നു. പക്ഷേ നമുക്കതില്ല. അത് മുഴുവൻ മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോയി. അവസാനമായി കേരളത്തിന് എന്താ തന്നത്? കുറച്ച് ആമ തന്നു, കടലാമ സംരക്ഷണം. ആമ മുട്ട തന്നു. കേരളത്തിന്റെ കടൽ തീരങ്ങളിൽ വരുന്ന കടലാമകളെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം മാത്രമല്ലാതെ ഈ സാധാരണക്കാരനെ പട്ടിണിയിൽ നിന്ന് മാറ്റാനോ വയനാട് ചൂരൽമല പോലുള്ള ഏറ്റവും വലിയ ദുരന്തം നടന്ന ഭാഗത്ത് എന്തെങ്കിലും ഒരു പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചില്ല. പക്ഷേ ഈ നാടിനകത്തുള്ള കടൽ തീരങ്ങളിൽ വരുന്ന കടലാമകളെ സംരക്ഷിക്കാൻ വേണ്ടി കടലാമ സംരക്ഷണ കേന്ദ്രം കെട്ടണമെന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഒരു സംവിധാനം നടന്നു കഴിഞ്ഞു. ഒരാഴ്ച മുമ്പാണ് വയനാടിന്റെ ടൗൺഷിപ്പ് പൂർത്തിയായത്. പുഞ്ചിരിമേട് എന്ന് പറയുന്ന സ്ഥലത്ത്, വയനാട്ടിലെ പുഞ്ചിരിമേടിലും ചൂരൽമലയിലും ആളുകൾ വളരെ സന്തോഷത്തോടുകൂടി
മനസമാധാനത്തോടുകൂടി നമ്മൾ ഇന്ന് ജീവിക്കുന്ന അതേ സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം രാവിലെ നമ്മൾ TV തുറന്ന് കാണുമ്പോൾ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലുണ്ടായി. പുഞ്ചിരിമറ്റവും വെള്ളാർമലയും ചൂരൽമലയും എല്ലാം ഒലിച്ച് അങ്ങനെ താഴോട്ട് പോയി. മേപ്പാടി എന്ന് പറയുന്ന സ്ഥലം പോലും ഇല്ലാതായി. ചൂരൽമലയിലെ ആ വെള്ളാർമല ഒരു സ്കൂൾ മാത്രം ബാക്കിയായി. നോക്കൂ, 296 ആളുകളുടെ ശവശരീരങ്ങൾ, കൈമുറിഞ്ഞതും കാൽമുറിഞ്ഞതും മൃതദേഹം പകുതിയായതും ഒന്നുമില്ലാത്തതും കണ്ണും കാതും കയ്യും വേറെറ്റ് പോയതും ഈ മൃതദേഹങ്ങൾ മുഴുവൻ നമ്മളെല്ലാം പെറുക്കിയെടുത്ത് ഒരു കുടക്കയിൽ കൊണ്ടുവന്ന് ഒരു ഖബർസ്ഥാൻ ഉണ്ടാക്കി, ഒരു കുഴിമാളം ഉണ്ടാക്കി നമ്മൾ അതിനെ കുഴിച്ചു മൂടി. അത് ആ ഒരു 10-400ഓളം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. ലോകത്ത് അവരെവിടെയൊക്കെയോ പോയി സമ്പാദിച്ച് ആ കുടുംബങ്ങളും ആ കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഒന്നുറക്കെ കരയാൻ പോലും ആരുമില്ലാതെ, ഒന്നുറക്കെ സങ്കടം പറയാൻ പോലും ആരുമില്ലാതെ, കൂട്ടുകുടുംബങ്ങളില്ലാതെ, മക്കളില്ലാതെ, അച്ഛനില്ലാതെ, അമ്മയില്ലാതെ, ഒരു കൂടപ്പറപ്പില്ലാതെ അനാഥരായിരിക്കുന്ന ഒരു സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ വയനാടിന്റെ ദുരന്ത പ്രദേശം കാണുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്നല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്നപ്പോൾ നമുക്കെല്ലാം വളരെ ആശ്വാസമായിരുന്നു. ഈ എന്തെങ്കിലും ഒരു പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് വയനാടിന് എന്തെങ്കിലും ഒരു പ്രത്യേക പാക്കേജ് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു നൈസമോൾ എന്ന് പറയുന്ന 4 വയസ്സുകാരിയായ പെൺകുട്ടിയെ എണീപ്പിച്ചു നിർത്തി മുടിയിൽ തലോടി ആ കുട്ടി നരേന്ദ്രമോദിയുടെ താടിൽ കൈവച്ച് എല്ലാവരും നിൽക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു. ആ കുട്ടിക്ക് ഒരു ജീരകമിഠായി പോലും വാങ്ങിക്കൊടുക്കാതെയാണ് അന്ന് ഈ പ്രധാനമന്ത്രി ഇവിടെ നിന്ന് പോയത്. ആ പോയതല്ലാതെ ഒരു രൂപയുടെ നേട്ടം പോലും വയനാടുമായി ബന്ധപ്പെട്ട് തന്നിട്ടില്ല. പക്ഷേ ഈ കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്, കേരളം ഏത് കാലത്തും ഒരു പ്രതിസന്ധി നേരിടുന്ന കാലത്ത് ഈ നാടിലെ ആളുകൾ മുഴുവൻ അകമഴിഞ്ഞ് മനമറിഞ്ഞ് സഹായിച്ചുകൊണ്ട് ഈ നാടിനെ കരകയറ്റാൻ വേണ്ടി നിൽക്കുന്നത് നമുക്ക് എത്രയോ കാലങ്ങൾ കൊണ്ടുള്ള അനുഭവമാണ്. അത്തരത്തിലുള്ള ഒരു തീരുമാനം ഈ നാട്ടിലെ ജനങ്ങൾ എടുത്തപ്പോൾ 4 ദിവസം 5 ദിവസം മുമ്പാണ് 178 വീടുകൾ ടൗൺഷിപ്പ് ഉൾപ്പെടെ ആ ടൗൺഷിപ്പിൽ വയനാടിന്റെ കണ്ണായ സ്ഥലത്ത് വലിയ രീതിയിലുള്ള സ്ഥലം മേടിച്ച് 178 വീടുകളുടെ 1ാം ഘട്ട ഉദ്ഘാടനം നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചു. അടുത്ത ഈ ഒരു മാസം അവസാനിക്കുമ്പോൾ തന്നെ 2ാം ഘട്ടവുമായി 390ഓളം വീടുകൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഉറ്റവരില്ലാതെ ഉടയവരില്ലാതെ എല്ലാവരും നഷ്ടപ്പെട്ട അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് കേരള ഗവൺമെന്റിന്റെ ഒരു ഉറച്ച പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള സർക്കാർ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടി നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞത്. വെറും വാക്ക് പറഞ്ഞ് ഏതെങ്കിലും ഒരു കാര്യം നോക്കി പോകുന്നവരല്ല. എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നതേ പറയൂ, നടപ്പിലാക്കാൻ പറ്റുന്നതേ പറയാവൂ എന്ന നിശ്ചയദാർഢ്യമുള്ള ഗവൺമെന്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. നമ്മളിനിതാ വലിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. നമ്മളിനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ 1-2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഇനിയും പുറത്ത് കുറെ ആളുകൾ വരും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെള്ളയും ഇട്ടുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിലെ പൊതുപ്രവർത്തകരാണ്, ഞങ്ങൾ ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി വന്നവരാണ്, ഞങ്ങൾ ഈ നാടിന് ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു തരുമെന്ന് പറഞ്ഞ ആളുകൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരാളെ പോലും പുറത്ത് കണ്ടവരുണ്ടോ? ഇല്ല. ഇനി അവർ ഇറങ്ങാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവരൊരു MLA നിർത്തും. കോൺഗ്രസിന്റെയും BJPയുടെയും MLA നിർത്തിക്കൊണ്ട് പറയും, ഈ നാട്ടിലെ MLA മോശമായിരുന്നു, ഈ നാട്ടിലെ സംവിധാനം മോശമായിരുന്നു. ഇന്ന് നമ്മൾ ഈ നല്ല റോഡിൽ നിന്ന്, ഈ വിളക്കിന്റെ താഴെ നിന്ന്, ഈ പറയുന്ന സംവിധാനത്തിൽ, ഈ പറയുന്ന സൗകര്യത്തിൽ ഒരാളെയും പേടിക്കാതെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്ക് കിട്ടിയത് ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിച്ചത് കൊണ്ട് മാത്രമാണ്. നോക്കൂ, നമ്മുടെ പാവപ്പെട്ട അമ്മമാരെ പറഞ്ഞു പറ്റിക്കുന്നത് പെൻഷൻ ഞങ്ങൾ 3000 ആക്കുമെന്നാണ്. 6 ലക്ഷം രൂപ വീതം ഞങ്ങൾ കുടുംബങ്ങളിലേക്ക് കൊടുക്കുമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ ഉറപ്പുണ്ടോ കോൺഗ്രസ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്? 600 രൂപ ക്ഷേമ പെൻഷൻ 18 മാസം കുടിശ്ശികയാക്കി 1 രൂപ പോലും കൊടുക്കാതെ ഇറങ്ങിപ്പോയ കോൺഗ്രസ് ആണ് ഇനി ഭരണത്തിൽ കയറി 3000 രൂപ പെൻഷൻ ആക്കുമെന്ന് പറയുന്നത്. 72,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഞങ്ങൾ വർഷം തോറും ഇട്ടുതരുമെന്ന് പറയുന്ന കോൺഗ്രസ് ആണ് ഞങ്ങൾ ഈ നാടിനെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ പറ്റിച്ച് അവരെ വഞ്ചിച്ച് ജീവിക്കുന്ന കോൺഗ്രസിന്റെയും BJPയുടെയും ഇരട്ടത്താപ്പ് മനസ്സിലാക്കണമെന്ന് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വരുന്ന തെരഞ്ഞെടുപ്പിലുള്ള പൊയ്മുഖങ്ങൾ വലിച്ചു